ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാണ്. ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ബോംബെ ടു കാലിക്കറ്റ് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇതിനു മുന്നേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനും ഋഷിക്കുട്ടനും മാത്രമായിട്ട് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം 3 മണിയാണ്. വിപിനേട്ടന് ഒരു 12:45 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോയി. പിന്നെ ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കലും സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇൻഡിഗോൻ്റെ ഗേറ്റിലേക്ക് പോയി. അവിടെ ഗേറ്റിലെത്തിയപ്പോൾ നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഋഷിക്കുട്ടൻ കുറേ നേരം അത് നോക്കി നിന്നു. ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഗേറ്റിൽ അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്നുള്ള ഫുഡിൻ്റെ കാര്യം അറിയാമല്ലോ, കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫ്ലൈറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3:45 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നത്. ഋഷിക്കുട്ടൻ പിന്നെ കൈയൊന്നും പിടിക്കുന്നില്ലായിരുന്നു. ഋഷിക്കുട്ടൻ അവിടെയൊക്കെ ഓടി നടക്കുകയായിരുന്നു. ഭയങ്കര ബഹളം വെപ്പൊക്കെ ആയിരുന്നു. കുറേ ദൂരം ഓടും, എന്നിട്ട് തിരിഞ്ഞു നോക്കും ഞാൻ പിറകിലുണ്ടോയെന്ന്. പിറകിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓടും. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ആളുകളൊക്കെ അവനിങ്ങനെ നോക്കിയായിരുന്നു. അവനിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി അവനിങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഋഷിക്കുട്ടൻ എയർപോർട്ടിൽ നിന്നൊരു പെപ്പാപ്പിക്കിൻ്റെ ഒരു കളറിംഗ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം അതൊക്കെ പൊട്ടിച്ച് അവിടെ ഇരുന്ന് കളർ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ നേരം കളറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കളറിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു സമയമായപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് വന്നു. ഋഷിക്കുട്ടിൻ്റെ കിഡ്സിൻ്റെ മീൽ തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ സാൻഡ്വിച്ചും അതേപോലെ കുക്കീസ്, പിന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവൻ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ വാങ്ങിയ വേറൊരു ക്യാൻഡി ഉണ്ടായിരുന്നു, മങ്കിയുടെ ഒരു ടോയുള്ള. കുറേ നേരം അതൊക്കെ വെച്ച് കളിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിറകിൽ സീറ്റിലിരുന്നവരുടെ ആയിട്ട് കളിക്കുക, അവിടെ ഫ്ലൈറ്റിൽ നിന്ന് വെറുതെ ബഹളം വെക്കുക, സീറ്റ് ബെൽറ്റ് ഊരുക, ഇങ്ങനത്തെ ഒരുപാട് കുസൃതികൾ ഉണ്ടായിരുന്നു. സാധാരണ ഋഷിക്കുട്ടൻ ഫ്ലൈറ്റ് കയറിയ ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഇത്തവണ അവൻ തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ പിടിച്ചിരുത്താൻ കുറച്ചധികം ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു 5:45 ആയപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു. ഞങ്ങളെ കൂട്ടാൻ വന്നത് ഋഷിക്കുട്ടൻ്റെ അച്ചച്ചനായിരുന്നു. പിന്നെ അവൻ അച്ചച്ചനെ തിരഞ്ഞ് നടത്തായിരുന്നു എയർപോർട്ടിൽ. അങ്ങനെ അച്ചച്ചനെ കണ്ടപ്പോൾ അവന് നല്ല സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.